ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. വിഷ്ണു സത്യാമ്മയോട് ചോദിക്കുന്നു, അമ്മയാണോ എൻ്റെ അച്ഛനെ വഴക്ക് പറഞ്ഞത്? ദേ കണ്ടോ, ഒരുമാതിരി LKG പിള്ളേരെ പോലെ കരഞ്ഞു പിഴിഞ്ഞു നിൽക്കുന്നത്. എൻ്റെ അച്ഛൻ ചിന്തിക്കുന്നത് കണ്ടിട്ട് എനിക്ക് പേടിയാകുന്നു. വേറെ എന്തെങ്കിലുമൊക്കെ ഇനി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ? ഒന്ന് പോടാ വിഷ്ണു. അച്ഛാ, ചന്ദ്രബോസിന്റെ വണ്ടി പിന്നെയും വരുമോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. എൻ്റെ മോനെ അവൻ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ. ദുഷ്ടനാ അവൻ. കാലിന് പിന്നെയും മനസാക്ഷിയുണ്ട്. അത് കേട്ടിട്ട് സത്യാമ്മ പറയുക, അയാളുടെ ലക്ഷ്യം നടക്കാത്തതിന്റെ പേരിൽ അവന് പക കാണും. ഇനിയും ഒരവസരം കിട്ടാൻ അയാൾ കാത്തിരിക്കും. എന്തായാലും എൻ്റെ മോനൊന്ന് സൂക്ഷിച്ചോണേ. ഇനി പെട്ടെന്നൊന്നും അവൻ തല പൊക്കത്തില്ല. എന്നാലും പേടിക്കേണ്ട അനവാ. ശാലിനി ഉടനെ പറയുക, എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക. അച്ഛാ, വിഷ്ണുവേട്ട എന്ന് വിളിക്കുമ്പോൾ വിഷ്ണു ഇറങ്ങുന്നു. പെട്ടെന്ന് സത്യാമ്മയുടെ മുഖം അങ്ങ് വാടുവാണ്. അയ്യോ, സത്യാമ്മയ്ക്കാണെങ്കിൽ ഇപ്പം ശാലിനിയോട് ഭയങ്കര ഇഷ്ടത്തിൽ നിൽക്കുവാണ്. എങ്ങനെ പെട്ടെന്ന് ഈഗോ വിട്ട് ഇവിടെ നിൽക്കെന്ന് പറയാനും പറ്റുന്നില്ല. സത്യാമ്മ ഉടനെ വിഷ്ണുവിനോട് പറയാം, എടാ വല്ലതും കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറ. അത് കേട്ട് പെട്ടെന്ന് ശാലിനി അങ്ങ് തിരിഞ്ഞു നിൽക്കുവാണ്. വിശ്വസിക്കാനാകാതെ നമ്മുടെ രാഘവേട്ടനെയും വിഷ്ണു വായും വളർന്നിങ്ങനെ നോക്കി നിൽക്കുക. സത്യാമ്മയുടെ ഈഗോ കുറച്ചൊക്കെ ഒന്ന് അലിയുന്നെന്ന് തോന്നുന്നു. ഒരു സന്തോഷമൊക്കെ മുഖത്ത് കാണിച്ച്, എന്നാലൊരു ചെറിയ പരിഭവവും ഒരു നാണവും എല്ലാം കൂടെ കലർന്ന ഒരു ഭാവത്തിൽ സത്യാമ്മ പറയാം, എല്ലാം കഴിച്ചിട്ടൊക്കെ ഇവിടുന്ന് പോയാൽ മതി എന്നും പറഞ്ഞ് സത്യാമ്മ എളുപ്പം അടുക്കളയിലോട്ട് പോവുക. വിഷ്ണുവും ശാലിനി ഇങ്ങനെ അന്തിച്ച് നോക്കി നിൽക്കുക. രാഘവേട്ടന്റെ കാര്യം പറയാനേ വയ്യ. രാഘവേട്ടന്റെ ആഗ്രഹമായിരുന്നല്ലോ സത്യാമ്മയും ശാലിനിയും ഒന്നിക്കണമെന്നുള്ളത്. വിഷ്ണു അതിശയത്തോടെ പറയുക, അല്ല, എൻ്റെ അമ്മ തന്നെയാണോ ആ പറഞ്ഞത്? സത്യാമ്മ അങ്ങനെ അടുക്കളയിൽ നിന്നുണ്ട് ഒച്ചത്തി പറയുക, ദാണ്ടേ ഞാൻ ചായ എടുക്കുന്നുണ്ടേ, കുടിച്ചിട്ട് പോയാൽ മതിയെന്ന് പറയണേ. അച്ഛാ, അമ്മ പറഞ്ഞത് കേട്ടോ, ചായ എടുക്കാവുന്ന്. രാഘവേട്ടൻ സന്തോഷത്തോടെ ശാലിനിയോട് പറയാം, മക്കൾ ഇരിക്ക്, ചായയൊക്കെ കുടിച്ചിട്ട് പോയാൽ മതി. അത് വിഷ്ണുവേട്ട പിന്നെ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു പറയാം, ദാണ്ടേ താൻ കളക്ടറൊക്കെ ആയിരിക്കും, പക്ഷെ ഇപ്പോൾ ഓർഡർ ഇട്ടിരിക്കുന്ന ആരാന്നറിയോ? ഈ വീട്ടിലെ പ്രധാനമന്ത്രിയാ. ദാണ്ടേ ആ ഇരിക്കുന്ന എൻ്റെ അച്ഛനെ കണ്ടോ? എൻ്റെ അച്ഛന് പോലും ഒരു വകുപ്പ് പോലും കൊടുക്കാതെ ഇവിടെ ഭരിക്കുന്ന പ്രധാനമന്ത്രിയാ. താണ്ടേ പറഞ്ഞേക്കാം, ധിക്കരിക്കാനൊന്നും നിൽക്കരുതേ. എടാ മോനെ, പാമയുടെ പത്തി താന്നടാ. അയ്യോ എൻ്റെ പൊന്നച്ഛ, ഒന്ന് പതുക്കെ പറ. അവർ തങ്ങളിലൊന്ന് സെറ്റായി വന്നുകൊണ്ടിരിക്കുക. അച്ഛനെ വല്ലതും പറഞ്ഞ് കുഴപ്പല്ലേ? എൻ്റെ അമ്മോ, ഞാനൊന്നും മിണ്ടുന്നില്ലേ എന്നും പറഞ്ഞ് നമ്മുടെ രാഘവേട്ടൻ ഇങ്ങനെ വായും പൊത്തി ഇരിക്കുവാണ്. ഇതൊക്കെ കണ്ട് ശാലിനിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഉറക്കച്ചിരിക്കാൻ പറ്റില്ലല്ലോ. സത്യാമ്മ അങ്ങനെ ചായയും പഴംപൊരിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അല്ല, ഇതുവരെ ഇരുന്നില്ലയോ? ശാലിനിയെ നോക്കിയിട്ട്, എടാ വിഷ്ണു, ഇരിക്കാൻ പറയടാ. വിഷ്ണു ഇങ്ങനെ നടുക്ക് നിന്നോണ്ട് പറയാ, വേണ്ടേ അമ്മ പറഞ്ഞിരിക്കാൻ. വിഷ്ണുവേട്ടാ, ഞാനിവിടെ നിന്നോളാന്ന് പറ. വേണ്ടമ്മേ, ഇവിടെ നിന്നോളാന്ന് പറഞ്ഞു. എടാ ഇരിക്കാൻ പറയടാ. വേണ്ട, അമ്മ വീണ്ടും പറഞ്ഞു കേട്ടോ, ഇരിക്കൂ. വേണ്ട വിഷ്ണുവേട്ടാ, ഞാൻ നിന്നോളാം. വേണ്ടമ്മേ, വേണ്ടാന്ന്. എന്നാലേ അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, എന്തായാലും കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് സത്യാമ്മ ചായ കൊടുക്കുവാണ് ശാലിനിക്ക്. ശാലിനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. വലിയ സന്തോഷം രണ്ടു പേർക്കും. എന്നിട്ട് പഴംപൊരി എടുത്ത്, ഇത് വിഷ്ണുവിന് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാ എന്ന് പറയുമ്പോൾ വിഷ്ണു അത് എടുക്കാനായിട്ട് കൈ നീട്ടുമ്പോഴേ സത്യാമ്മ അത് പെട്ടെന്ന് ശാലിനിക്ക് കൊടുക്കുക. വിഷ്ണു അത് കൊള്ളാലോ. ശാലിനി ആ പഴംപൊരി എടുത്തിട്ട് സത്യാമ്മയോട് പറയുന്നു, ഇത് എനിക്കും ഇഷ്ടമാണ്. വൈകുന്നേരം ഓഫീസിൽ ചായക്കോടൊപ്പം സ്നാക്സായിട്ട് ഇതാണ് മേടിക്കുന്നത്. സത്യമായിട്ടും സത്യാമ്മയ്ക്ക് അറിയാം ഇത് ശാലിനിക്ക് ഇഷ്ടമുള്ള പലഹാരമാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് സത്യാമ്മ ആ പലഹാരം ഉണ്ടാക്കി കൊടുത്തത്. നമ്മുടെ രാഘവേട്ടൻ അവിടെ നിന്ന് കൊച്ചു കൊച്ചു വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. മോനും മരുമോക്കും ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കുന്നു, എന്നാൽ എപ്പോഴും കൂടെ ഉള്ളതാ. കൂടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കൊച്ചു വർത്തമാനം പറയുന്ന. ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല എനിക്ക് എന്തുവാ ഇഷ്ടമുള്ളതെന്ന്. അത് പിന്നെ രാഘവേട്ട, ഞാൻ എന്തുണ്ടാക്കിയാലും രാഘവേട്ടൻ ഇഷ്ടമാണെന്നല്ലയോ രാഘവേട്ടൻ പറയുന്നത്. പിന്നെ എന്താ രാഘവേട്ട ഇങ്ങനൊക്കെ പറയുന്നത്? അപ്പോഴെൻ്റെ പറച്ചിലാ കുറ്റം. ഇപ്പോൾ നമ്മൾ അധികപ്പറ്റി അവരമ്മായിയമ്മയായി മരുമോളുമായി. പെട്ടെന്ന് വിഷ്ണുവിനോട്, എടാ മോനെ, എന്നെ നീ അകത്തോട്ട് കൊണ്ടുവന്ന് കിടത്തിക്കോടാ. വേണ്ട ചാച്ചൻ അവിടെ ഇരിക്കും. എനിക്ക് വല്ലാത്ത നടുവേദനടാ, കൊണ്ടുപോയെന്ന് കിടത്തടാ. അങ്ങനെ പറഞ്ഞിട്ട് രാഘവേട്ടൻ വിഷ്ണുവിനെ ഓരോന്നൊക്കെ ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നു. പക്ഷേ നമ്മുടെ വിഷ്ണുവിനൊന്നും മനസ്സിലാകുന്നില്ല. അതായത് നീ ഇങ്ങ് പോരെ, അമ്മായിയമ്മയും മരുമോളും വല്ലതും ഒന്ന് മിണ്ടുകയും പറയുകയും ചെയ്യട്ടെ എന്നൊക്കെയാണ് കണ്ണ് കാണിക്കുന്നത്. അവസാനമാണ് വിഷ്ണുവിനത് കത്തിയത്. അങ്ങനെ വിഷ്ണു അച്ഛനെ കൊണ്ട് അകത്തോട്ട് പോവുകയാണ്. മുറിയിലോട്ട് വന്നിട്ട് രാഘവേട്ടൻ വിഷ്ണുവോട് പറയുന്നത്, എടാ മോനെ, ഇപ്പോഴാടാ ഒരു സമാധാനമായത്. മൂടിക്കിടന്ന മൂടൽമഞ്ഞൊക്കെ ഇളങ്കാറ്റിൽ മാറി മാറി പോന്നുണ്ടല്ലോടാ മോനെ. അച്ഛൻ പറഞ്ഞത് ശരിയാ,
ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. മാറട്ടെടാ മോനെ, അങ്ങനെ നല്ലോണം മാറട്ടെ. ഇതേ ചിലപ്പോഴൊരു നല്ല തുടക്കം തന്നെ ആയിരിക്കും. രാഘവേട്ടൻ പൊന്നി പൊന്നീന്ന് വിളിക്കുന്നുണ്ട്. എന്തിനാച്ചാ പൊന്നിയെ വിളിക്കുന്നത്? എടാ, അവർ അമ്മായിയമ്മയും മരുമോളും സംസാരിക്കട്ടെ, അതിന്റെ നടക്ക് ഇവളെന്തിനാ അവിടെ നിൽക്കുന്നത്? അതാ ഞാൻ പൊന്നിയെ വിളിക്കുന്നത്. അത് കേട്ടിട്ട് സത്യാമ്മ പറയുന്നു, പൊന്നി ചായക്കാന്ന് തോന്നുന്നു, നീ ചായ അകത്തോട്ടൊന്ന് കൊടുക്ക്. പൊന്നി ചായയും കൊണ്ട് അകത്തോട്ട് പോവുകയാണ്. പൊന്നിയും അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ സത്യാമ്മയും ശാലിനിയും മാത്രമേ ഉള്ളൂ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിഞ്ഞ രീതിക്കാണ് നോക്കുന്നത്. സത്യാമ്മ നോക്കുമ്പോൾ ശാലിനി നോക്കത്തില്ല, ശാലിനി നോക്കുമ്പോൾ സത്യാമ്മ നോക്കത്തില്ല. പക്ഷെ രണ്ടുപേരുടെയും ഹൃദയം കൊണ്ട് കാണുന്നുണ്ട്, രണ്ടുപേരുടെയും സന്തോഷമല്ല. പൊന്നി അങ്ങനെ ചായയും കൊണ്ട് അകത്തോട്ട് വരുമ്പോൾ വിഷ്ണു പറയുന്നു, എനിക്ക് വേണ്ട, അച്ഛന് കൊടുത്തരാം, ഞാൻ ഇപ്പം വരാവേ. ഇടാ, നീ എവിടെ പോവാ? അവൻ എവിടെ പോയതാ പൊന്നി? എനിക്കറിയില്ല. സത്യാമ്മയുടെയും ശാലിനിയുടെയും ആ സ്നേഹാഭിനയങ്ങൾ കാണാതിരിക്കാൻ വയ്യ. നല്ല ചിരിയും സന്തോഷം വരുന്നുണ്ട്. വളരെ നാളുകൾക്ക് ശേഷമാണ് ഈ അമ്മായിയമ്മയും മരുമോളും ഇത്ര സന്തോഷത്തോടെ കാണുന്നത്. ഈ മൗനത്തിനൊരു ബ്രേക്ക് ഇടണമല്ലോ. പെട്ടെന്ന് സത്യാമ്മ പറയാം, ഈ ഒരു വാഴയ്ക്കാപ്പോടെ ഇതൊക്കെ കഴിച്ചിട്ട് പതുക്കെ പോയാൽ മതി. സത്യാമ്മയ്ക്ക് മരുമകളെ പറഞ്ഞു വിടാനുള്ള മനസ്സുമില്ല. ശാലിനി പറയാം, അയ്യോ ഒന്ന് മതി, ഒന്ന് കഴിച്ചപ്പോഴേ എൻ്റെ വയറ് നിറഞ്ഞു. നമ്മുടെ വിഷ്ണു സത്യാമ്മ കാണാതെ സത്യാമ്മയുടെ പുറകിലത്തെ ജനലിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ശാലിനി ഓരോ ഗോഷ്ഠിയൊക്കെ കാണിക്കുന്നുണ്ട്. ശാലിനി നോക്കി ചിരിക്കുന്നു. പക്ഷെ വലുതായിട്ട് ചിരിക്കാൻ പറ്റില്ലല്ലോ, മുന്നിൽ സത്യാമ്മയും നിൽക്കുന്നു. സത്യാമ്മ ശാലിനിയോട് ചോദിക്കുന്നു, ചായ കൊള്ളാവോ? ചായ കൊള്ളാം എന്നിങ്ങനെ ശാലിനി ഞെട്ടലോടെ പറയുവാണ്. പിന്നെയും അവിടെ മൗനമാണ്. രണ്ടുപേർക്കും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ട്. പക്ഷെ രണ്ടുപേർക്കും പരസ്പരം മിണ്ടാൻ വയ്യ. രണ്ടുപേരും ആ സ്നേഹം ഇങ്ങനെ മറച്ചു പിടിച്ച് നിൽക്കുവാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ വിഷ്ണു ശാലിനി അവിടെ നിന്നുകൊണ്ട് കോട്ടിയൊക്കെ കാണിക്കുന്നുണ്ട്. ഈ സമയം രോഹിത്തും ശ്യാമയും കൂടെ ഒരു ഓട്ടോറിക്ഷയിൽ അവരുടെ വീട്ടിലോട്ട് വരുവാണ്. രോഹിത്ത് പറയുന്നത്, നമ്മൾ പോയപ്പോൾ ഈ വീട് പൂട്ടിയിട്ടാണല്ലോ പോയത്, പക്ഷെ ഇപ്പൊ തുറന്നു കിടക്കുന്നു. അയ്യോ രോഹിത്തെ, അതിൽ ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, രോഹിത്തെ സൂക്ഷിച്ചു വേണം. ചന്ദ്രബോസിൻ്റെയും സുസ്മിതയുടെയും ഗുണ്ടകൾ അതിനകത്തിരുന്ന് ശരിക്കും മദ്യപിക്കുവാണ്. അതിൻ്റെ കൂട്ടത്തിലൊരു സ്ത്രീയുമുണ്ട്. എല്ലാവരും നല്ല ഫുൾ മൂഡിലിരുന്ന് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുക. രോഹിത്തും ശ്യാമയും കൂടെ അകത്തോട്ട് കയറി വന്നിട്ട് രോഹിത്ത് ചോദിക്കുന്നു, ഈ വീട് ആരാ തുറന്നത്? കുടിയന്മാരല്ലേ? അവന്മാർ പറഞ്ഞു, എടാ കേട്ടില്ലേടാ ഇവൻ പറഞ്ഞത്, ആരാ തുറന്നേന്ന്? അയ്യോ പാവം, ഒന്നും അറിയത്തില്ല എന്നൊക്കെ അവന്മാർ പരസ്പരം പറഞ്ഞ് കളിയാക്കുവാണ് രോഹിത്തിനെ. കൂട്ടത്തിലുള്ള ആ സ്ത്രീ പറയുന്നത്, കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്. അത് കേട്ടിട്ട് രോഹിത്ത്, ഇവിടെ താമസിക്കുന്നെന്നോ? ശ്യാമ പറയുന്നു, ഇത് ഞങ്ങളുടെ വീടാ, നിന്നോട് ആരാ പറഞ്ഞു ഇവിടെ കയറി താമസിക്കാൻ? അല്ല, ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ഞങ്ങളോട് ഇവിടെ കയറി താമസിക്കാൻ പറഞ്ഞതേ ഈ വീടിൻ്റെ ഉടയക്കാരാ. ഉടയക്കാരോ? ഈ വീട് എൻ്റെ പേരിലുള്ള വീടാണ്. ഇതെല്ലാം എടുത്തോണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ പോലീസിനെ വിളിക്കും. അപ്പോൾ ഉപേന്ദ്രനും സുസ്മിതയും കൂടെ മുകളത്തെ നിലയിൽ നിന്ന് ഇറങ്ങി വരിക. പോലീസിനെ എന്നാന്ന് വിളിയടാ. ഉപേന്ദ്രൻ പറയുക, നീ പോലീസുകാരെ വിളിക്കുമെന്ന് പറഞ്ഞല്ലോ, എന്നാലേ അസിസ്റ്റന്റ് കമ്മീഷണറുടെ മുകളിലുള്ളവരെ വേണം വിളിക്കാൻ എന്നും പറഞ്ഞു ഉപേന്ദ്രനും സുസ്മിതയെ അവിടെ വന്നങ്ങ് ഇരിപ്പുറപ്പിച്ചു. സുസ്മിതയോട് ശ്യാമ പറയുന്നു, വേണ്ട, ഈ കാണിക്കുന്നതൊക്കെ മര്യാദകട, പിന്നെ നീയൊക്കെ കാണിച്ചത് എന്ത് വഴി? സത്യസന്ധതയാണോ? ഇവനെ വിശ്വസിച്ച ഈ വീട് ഇവന്റെ പേരിൽ എഴുതി തന്നത്. എന്നിട്ട് ഇവൻ എന്താ കാണിച്ചത്? ഞങ്ങളെ ചതിച്ചില്ലേ? ശ്യാമ വിട്ടുകൊടുക്കുവോ? എന്നാലേ ഈ മനുഷ്യനെ വിശ്വസിച്ചല്ലേ സത്യാമ്മയും ബിസിനസ് തുടങ്ങിയത്. എന്നിട്ട് നിങ്ങളെന്താ കാണിച്ചത്? സത്യാമ്മ ചതിച്ചിട്ട് തന്നെയല്ലേ ഇയാൾ വീടും പറമ്പും ഒക്കെ സ്വന്തമാക്കിയത്. എന്നാലേ ആ ചതി അങ്ങ് തിരിച്ചു കിട്ടിയെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. രോഹിത്ത് പറയാം, അതെ, ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല, എല്ലാത്തിനെയും വിളിച്ചോണ്ട് ഇറങ്ങിക്കോണേ ഇപ്പൊ ഇവിടുന്ന്. ഉപേന്ദ്രൻ പറയാം, ഞങ്ങൾക്ക് പറയാനല്ലടാ ഉള്ളത്, പ്രവർത്തിക്കാനാ. എന്ന് നീ ഒറിജിനൽ ഡോക്യുമെന്റ്സ് എഴുതി തരുന്നോ അന്ന് വരെ ഇവരെല്ലാരും നിങ്ങളോടൊപ്പം ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. ജാസ്മിൻ, പിടിച്ചോ ഇവളെ എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിലുള്ളവള് പെട്ടെന്ന് ശ്യാമയെ കയറി പിടിക്കും. വിടറി വിടറി എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട്. രോഹിത്തിനെ മറ്റുള്ള ഗുണ്ടകളും പിടിച്ചോട്ട് അകത്തോട്ട് പോവുകയാണ്. വിടറ എന്നൊക്കെ രോഹിത്ത് കിടന്ന് അലറുന്നുണ്ട്. ഇവിടെ നീതിയും ന്യായവും ഒക്കെ ഉണ്ടെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ എന്നൊക്കെ രോഹിത്ത് വിളിച്ച് കൂവുന്നുണ്ട്. ഉപേന്ദ്രൻ ചാടി എണീറ്റിട്ട് പറയുക, 10,000 1000 വരുന്ന ലോക്കൽ ഗുണ്ടകളായി ഇവരെന്ന് നിങ്ങൾ കരുതിയോ? ഇവരെല്ലാം ഗുംബു കളരിപ്പയറ്റും എല്ലാം പഠിച്ച് തഴക്കവും വഴക്കമുള്ള നല്ല ഒന്നാന്തരം ഗുണ്ടകൾ തന്നെ. 15 കോടിയുടെ സ്വത്ത് തിരിച്ചു പിടിക്കണമെങ്കിൽ ഒരു 2-3 അക്കം സംഖ്യകളൊക്കെ ചെലവാക്കിയില്ലെങ്കിൽ പിന്നെ എന്തോ ഇന്ന് ഗുണ്ടായുസം കാണിക്കാനാ? ഇവരെ ചത്തും മരിച്ചു നിൽക്കും. രക്ഷപ്പെടാൻ ശ്രമിച്ചാലേ കൊന്നു കൊലവിളിക്കുന്നവന്മാരാ ഇവര്. സുസ്മിതയും ഇങ്ങനെ കാലുമേ കാലൊക്കെ കയറ്റി വെച്ചിട്ട് വലിയ ഗമയിൽ പറയുക, എടാ രോഹിത്തെ, ഇവിടുന്ന് നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ മുതൽ നീ എഴുതി കൊടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ ഇവരുടെ നിൽക്കും. പിന്നെ ഇവർക്ക് കാണിക്കാവുന്ന എന്തൊക്കെ പേക്കൂത്തുകളുണ്ടോ അതൊക്കെ അവരുടെ കാണിക്കുകയും ചെയ്യും.
അതൊക്കെ കണ്ടും കേട്ടും സഹിച്ച് നിങ്ങൾ നിൽക്കേണ്ടിയും വരും. ഉപേന്ദ്രൻ പറയുക, പിന്നെ സബ് രജിസ്ട്രാർ ഓഫീസ് വരെ പോയി ബുദ്ധിമുട്ടണമെന്നൊന്നുമില്ല. രജിസ്ട്രാറെ ഇവിടെ വിളിച്ചാൽ ഇവിടെ വരും. എപ്പം നിനക്ക് ഒപ്പിടാൻ പറ്റുമെന്ന് മാത്രം നീ പറഞ്ഞാൽ മതി. സുസ്മിത പറയാ, വേറെ വഴിയില്ലടാ നിനക്കിനി. സമ്മതിച്ചാൽ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഇവിടെ ഇതങ്ങ് തീർക്കാം. ഞങ്ങൾ പറയുന്ന പേപ്പറിൽ നീ ഒപ്പിട്ട് തരേണ്ടി വരും. എന്നാൽ പിന്നെ നിങ്ങളൊക്കെ എൻജോയ് ചെയ്തോ, ഞങ്ങൾ പോവുക എന്നും പറഞ്ഞ് ഉപേന്ദ്രനും സുസ്മിത അവന്മാരെ എന്തോ കണ്ണ് കാണിച്ചിട്ട് അങ്ങ് പോവുകയാണ്. ശാരദാമ്മയുടെ വീട്ടിൽ ശാരദാമ്മയും ഗോപാലേട്ടനും സത്യമോളും പപ്പിമോളും ഇവരൊക്കെ ആഹാരം കഴിക്കുവാണ്. സത്യമോളെയും പപ്പിമോളെയും ശാരദാമ്മ ഊട്ടി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മതിയെന്നൊക്കെ കുഞ്ഞുങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഗോപാലേട്ടൻ പറഞ്ഞു, അതൊന്നും പറ്റില്ല, ഈ പ്രായത്തിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, എന്നാലേ പഠിക്കാനും കളിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. എന്നിട്ട് മുത്തച്ഛൻ കുറച്ചാണല്ലോ കഴിക്കുന്നത്. അത് മുത്തച്ഛന് പ്രായമായില്ലേ, മുത്തച്ഛൻ ഇത് തന്നെ ധാരാളം. ആയ കാലത്ത് നല്ലോണം ഭക്ഷണം കഴിച്ച് നടന്ന ആളാണ് നിങ്ങളുടെ മുത്തച്ഛൻ. അക്കാര്യത്തിൽ ആരെ ഒട്ടും നോക്കിയിട്ടുമില്ല, സ്വന്തം കാര്യം ചിന്താബ. ഇത്തിരിയില്ലാത്ത കുട്ടികളോട് ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം, എന്നാലല്ലേ ഇവർ വളർന്നു വരുമ്പോൾ മുത്തച്ഛനോട് നല്ല ബഹുമാനം ഉണ്ടാകത്തുള്ളൂ. ശാലിനി അങ്ങോട്ടൊരു ഫോൺ ചെയ്തുകൊണ്ട് വരുവാണ്. അനുവിനെ വിളിച്ച് പറയുന്നത്, ഇപ്പം ലീവിന് അപേക്ഷ കൊടുക്കട്ടെ എന്നാ പറയുന്നത്. അതേ മേഡം, മകളുടെ എന്തോ ഓപ്പറേഷൻ്റെ കാര്യത്തിനായിട്ട് പോകുന്നതാ എന്നൊക്കെ ഇങ്ങനെ അനുവും പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് പുതിയൊരാളെ വേണ്ടായോ? അത് മേഡം കരാറടിസ്ഥാനത്തിലാണ് എടുക്കുന്നത്. എന്തു പറയാനാ അനു, എന്തായാലും നമുക്ക് തലവേദനയില്ലാത്ത ഒരാളെ കിട്ടിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ തന്നെ 100 കൂട്ടം പ്രശ്നങ്ങളായിപ്പോൾ ഉള്ളത്. എന്തുവായാലും 2 മാസത്തെ കാര്യമല്ലേ ഉള്ളു മേഡം, അതിനുള്ളിൽ രാമുവേട്ടൻ തിരിച്ചു വന്നിരിക്കും. ഇനിയിപ്പോൾ വരുന്നവൻ നമുക്ക് സ്വീകാര്യൻ അല്ലെങ്കിൽ മറ്റൊരുത്തൻ. ഡെയിലി വേജസ് ആയതുകൊണ്ട് ഇവിടെ ആർക്കും അതിനെക്കുറിച്ച് വലിയ പറയാനൊന്നും കാണത്തില്ലല്ലോ. എന്നാൽ പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് എന്നെ അറിയിക്കും എന്നും പറഞ്ഞ് ശാലിനിയും അനുവും ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ശാലിനി, സത്യാണെ ഒട്ടും ആഹാരം കഴിക്കുന്നില്ല, എന്നാൽ നീയും കൂടി ഇരിക്ക്. ഇപ്പം എനിക്ക് വേണ്ട അമ്മേ. ശാരദാമ്മേ, ഞങ്ങൾക്ക് മതി. അതെ അമ്മേ, ഇവർ വരുമ്പോൾ ഉള്ള പലഹാരം കൊടുപ്പ് കാരണമാണ് ഇവർ ഭക്ഷണം കഴിക്കാത്തത്. അപ്പം നാളെ മുതലുള്ള കൊടുപ്പ് അങ്ങ് നിർത്തിയേരെ. അങ്ങനെ സത്യയും പപ്പി എഴുന്നേറ്റ് പോകുമ്പോൾ ശാലിനി പറയുന്നു, അമ്മേ, സത്യാമ്മയുടെ അടുത്ത് പോയ കാര്യങ്ങളൊക്കെ അറിയണ്ടേ? ഇന്ന് വിഷ്ണുവേട്ടൻ്റെ കൂടെ സത്യാമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ ഉണ്ടായ കാര്യം. സത്യാമ്മ സ്നേഹത്തോടെ എന്നോട് ഉള്ളു തുറന്ന് സംസാരിച്ചു. അത് കേൾക്കുമ്പോൾ ശാരദാമ്മയുടെ മുഖത്തെ ഒരു സന്തോഷം കാണുന്നു. എന്നിട്ട് സ്വന്തം കൈകൊണ്ട് ചായ ഉണ്ടാക്കിക്കൊണ്ട് തന്നിട്ട് എന്നോട് പറഞ്ഞു കുടിക്കാൻ. അയ്യോ എൻ്റെ മോളെ, എനിക്കിതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലടി. അതേമ്മേ, എനിക്കും ആദ്യം ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അങ്ങനെ സത്യാമ്മ എന്നോട് പെരുമാറുമെന്ന് ഞാൻ വിചാരിച്ചില്ലമ്മേ. ഈശ്വരന്മാർ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് മോളെ. എല്ലാം കലങ്ങി തെളിയും മോളെ. നിങ്ങൾ അച്ഛനും അമ്മയും മക്കളും കൊച്ചുമക്കളും എല്ലാവരുമായിട്ട് ഇങ്ങനെ ഒന്നിച്ച് ജീവിക്കുമെന്ന്. അത് കേട്ടിട്ട് ഗോപാലേട്ടൻ വന്നിട്ട് പറയാം, എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ഇങ്ങനെയൊക്കെ അവർ കാണിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. അവരിപ്പോൾ ഈ കാണിക്കുന്ന ചിരിയിലും സന്തോഷത്തിലുമെല്ലാം തലവെച്ച് കൊടുക്കാതിരിക്കുന്ന ആ ബുദ്ധി കാരണം അതിലെന്തോ ഒരു ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്നൊരു സംശയം. അവരെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് പറയുന്നതാ. ഇത്രയും ബുദ്ധിമുട്ടും സങ്കടമൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് അവർ മനഃപൂർവ്വം തോറ്റു തരുന്നതാണെങ്കിലോ? ഇനി ഒരു വഴക്കം വയ്യാവേലി ഒന്നും വേണ്ടാന്ന് അവർ സ്വയം തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ ശാരദാമ്മ പറയുന്ന കേട്ടിട്ട് ഗോപാലേട്ടൻ പറയുക, എൻ്റെ ശാരദയെ, പഴമക്കാർ പറയുന്നൊരു ചൊല്ലാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അണ്ണാൻ മൂത്താലും മരം കയറ്റം മറക്കില്ലെന്ന്. ചിന്തിക്ക്, നല്ലതുപോലെ ചിന്തിക്ക്. എന്നിട്ടേ അവർ കാണിക്കുന്ന കപട സ്നേഹത്തിൻ്റെ മുന്നിലോട്ടേ മോളെ അങ്ങോട്ട് ഇട്ടു കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് ഗോപാലേട്ടൻ പുറത്തോട്ട് നടന്നു പോവുകയാണ്. ശാലിനിക്ക് ആകെ കൺഫ്യൂഷനായി. സത്യാമ്മ കാണിക്കുന്ന കപട സ്നേഹമാണോ? ആ മുഖത്ത് അങ്ങനെ കണ്ടില്ലല്ലോ. നല്ല ആത്മാർത്ഥതയുള്ള സ്നേഹമാണല്ലോ കാണിച്ചത്. അച്ഛൻ എന്താ അങ്ങനെ പറഞ്ഞത്? നീ അച്ഛൻ പറഞ്ഞതായിരിക്കുമോ സത്യം? പല അനുഭവങ്ങളും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും അച്ഛൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഫ്രണ്ട്സ്, ശാലിനി സത്യാമ്മയെ സംശയിക്കുവാണ്. പക്ഷേ ആ സംശയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. സത്യാമ്മ ശരിക്കും മാറിയിട്ടുണ്ട്. സത്യാമ്മ ഇനി ശാലിനിയെ സ്നേഹിക്കും, അവരൊന്നാകും. അങ്ങനെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.